മുത്തലാഖിനെതിരായ കേന്ദ്ര സർക്കാർ നിലപാട് പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു മുസ്ലിം വ്യക്തിനിയമ ബോർഡിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ വാദങ്ങൾ. 1400 വർഷമായി തുടരുന്ന വിവാഹമോചന രീതി അനിസ്ലാമികമെന്ന് എങ്ങനെ പറയാൻ കഴിയും? കുടുംബപരവും സാമൂഹ്യവുമായ നിയമങ്ങളെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള ധാർമ്മികതയുമായി ബന്ധിപ്പിക്കരുത്. രാമൻ ജനിച്ചത് അയോധ്യയിലാണെന്ന ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് മുസ്ലിം വിശ്വാസത്തിന്റെ ഭാഗമായ മുത്തലാഖിന്റെ കാര്യവും. ഹിന്ദുക്കളുടെ എല്ലാ ആചാരങ്ങൾക്കും പൂർണ്ണ സംരക്ഷണം ലഭിക്കുമ്പോൾ മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുന്നത് ശരിയല്ല. മുത്തലാഖ് അന്തിമമല്ല. സമുദായത്തിനകത്തുനിന്നു തന്നെ പരിഷ്കരണത്തിനായുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ബാഹ്യ ഇടപെടലിന്റെ ആവശ്യമില്ല. ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് കോടതി പിന്മാറണമെന്നും സിബൽ ആവശ്യപ്പെട്ടു. എന്നാൽ 1400 വർഷങ്ങൾക്ക് ശേഷം നീതി തേടി മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് ജഡ്ജിമാർ വ്യക്തിനിയമ ബോർഡിനെ ഓർമ്മിപ്പിച്ചു. വാട്സപ്പിലൂടെയും മറ്റും മൊഴി ചൊല്ലുന്നതിനെയും ബോർഡ് പിന്തുണയ്ക്കുകയാണോ എന്നും കോടതി ചോദിച്ചു. മുത്തലാഖ് ഏറ്റവും അനിവാര്യമായ വിശ്വാസമാണെങ്കിൽ അംഗീകരിക്കപ്പെട്ട വിവാഹമോചന രീതിയായി എന്തുകൊണ്ട് നിക്കാഹ് നാമയിൽ പോലും അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഭരണഘടനാ ബെഞ്ച് ആരാഞ്ഞു. അതേസമയം കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊടുവിൽ ഒറ്റയടിക്ക് തലാഖ് ചൊല്ലുന്ന രീതി ശരിയല്ലെന്ന് വ്യക്തിനിയമ ബോർഡ് കോടതിയിൽ സമ്മതിച്ചു. അപ്പോഴും അതിന് സമുദായത്തിന് സമയം നൽകണമെന്നായിരുന്നു സിബലിന്റെ നിലപാട്. കേസിൽ നാളെയും വാദം തുടരും. PS വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.